ഇനിയും ഈ വഴിയെ. 1. കാലത്തെ എഴുന്നേറ്റപ്പോൾ മുതൽ തൂങ്ങിപ്പിടിച്ചുള്ള ആമ്പലിൻ്റെ ഇരിപ്പ് കണ്ടിട്ട് സാറയ്ക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. മിക്കപ്പോഴും അവൾക്ക് പതിവുള്ളതാണ് സ്വപ്നലോകത്തേക്ക് ഈ ഒരു സഞ്ചാരം. 5 വർഷം മുന്നേ ഹൈദരാബാദിലെ ബെഞ്ചാര ഹിൽസിലെ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ മെയിൻ ബ്രാഞ്ചിലേക്ക് സ്ഥലം മാറി വന്നപ്പോൾ മുതലുള്ള പരിചയമാണ് സാറയ്ക്ക് ആമ്പലുമായി ഉള്ളത്. പരിചയപ്പെട്ട അന്നു മുതൽ അവൾ ശ്രദ്ധിക്കുന്നതുമാണ് ആമ്പലിൻ്റെ ഈ ഒരു പ്രത്യേകത. അച്ഛനും അമ്മയും ചേച്ചിയും പിന്നെ ചേച്ചിയുടെ കുഞ്ഞും ഭർത്താവും, അതിനപ്പുറത്തേക്ക് മറ്റാരെക്കുറിച്ചും അവൾ പറയുന്നത് കേട്ടിട്ടില്ല. മറ്റുള്ളവരോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളെന്തോ അവളെ അലട്ടുന്നുണ്ടെന്ന് സാറയ്ക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. വിഷാദഭാവത്തോടെ ചിന്തിച്ചിരിക്കുന്നത് കാണാമെങ്കിലും അടുത്ത നിമിഷം മനഃപൂർവ്വം എടുത്തണിഞ്ഞ ചിരിയുടെ മേലങ്കിയുമായി അവൾ തിരികെ എത്താറുമുണ്ട്. അതുകൊണ്ട് തന്നെ അവളെ അലട്ടുന്നത് എന്തുതന്നെയായാലും പറയാൻ തോന്നുമ്പോൾ അവൾ പറയട്ടെ എന്നതായിരുന്നു സാറയുടെ മനോഭാവം. സായിനഗർ കോളനിയിലുള്ള വാല്യൂ അപ്പാർട്ട്മെൻറ്റിലെ 2 ബെഡ്റൂം ഫ്ലാറ്റിലാണ് അവിടെ വന്നപ്പോൾ മുതൽ രണ്ടുപേരും താമസിക്കുന്നത്. അവിടെ നിന്ന് 10 മിനിറ്റ് മതി ബാങ്കിലേക്ക്. അന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്തും ആമ്പൽ നിശബ്ദതയുടെ തൊഴിലുള്ളിലേക്ക് ഉൾവലിഞ്ഞിരിക്കുന്നത് കണ്ടതും സാറ പുരികങ്ങൾ ഉയർത്തി അവളെ നോക്കി. ഈ ലോകത്തൊന്നും അല്ലെന്ന മട്ടിൽ ആലോചനയിൽ മുഴുകിയിരിക്കുന്നവളെ നോക്കി സാറ വിളിച്ചു, ഡാ. ആമ്പൽ മയക്കത്തിൽ നിന്ന പോലെ ഞെട്ടി ഉണർന്ന് മുഖമുയർത്തി അവളെ നോക്കി. അവളുടെ തോളത്തും തട്ടിയിട്ട് സാറ ചോദിച്ചു, ആർ യു ഓക്കെ ബേബി? യപ്പ്, ഐ ആം ഗുഡ്. പിന്നെ എന്നതാ ഇന്ന് ആലോചന അല്പം കൂടുതലാണല്ലോ. വാട്ട് ഹാപ്പൻഡ്? നത്തിങ്. ആർ യു ഷുവർ? സംശയം തീരാഞ്ഞിട്ടെന്ന പോലെ സാറ വീണ്ടും ഒന്ന് എടുത്തു ചോദിച്ചു. അതിന് മറുപടി പറയാതെ ആമ്പൽ തള്ളവിരൽ ഉയർത്തിക്കാട്ടി. ഓക്കെ, കൂൾ. ചായ കുടിച്ചു കഴിഞ്ഞ് പാത്രങ്ങളും എടുത്ത് സാറ കിച്ചണിലേക്ക് പോകുന്നത് നോക്കി ആമ്പൽ ഇരുന്നു. സാറ കോട്ടയത്തുകാരിയാണ്. ഇവിടെ വന്നപ്പോൾ മുതൽ അവൾ തിരികെ നാട്ടിലേക്ക് പോകാൻ ശ്രമിക്കുന്നതാണെങ്കിലും ഇപ്പോഴാണ് അതൊന്ന് ശരിയായത്. അതിൻ്റെ ആഹ്ലാദത്തിലാണ് അവൾ. താൻ പക്ഷേ ചോദിച്ചു വാങ്ങിയ ട്രാൻസ്ഫർ ആയിരുന്നു ഇങ്ങോട്ട്. ഓർമ്മകളിൽ നിന്നൊരു ഒളിച്ചോട്ടം. ഓർമ്മകളെ ദൂരം കൊണ്ട് തോൽപ്പിക്കാനാവില്ലെന്ന് അവൾ അറിഞ്ഞിരുന്നില്ല. വിശക്കുന്നൊരു മൃഗം ശരീരത്തിൽ കിടന്നു ചുരമാന്തും പോലെ മറക്കാൻ ശ്രമിക്കും തോറും മിഴിവോടെ തെളിഞ്ഞു വരുന്ന ഓർമ്മകൾ പലപ്പോഴും വർത്തമാനകാലത്തിൽ നിന്നും അവളെ വലിച്ചിഴച്ച് പിന്നോട്ട് കൊണ്ടുപോകും. അത്തരം സന്ദർഭങ്ങളിലാണ് അവൾ സ്വയം മറന്ന് ഇരിക്കാറുള്ളത്. പ്ലേറ്റുകൾ കഴുകി തിരികെ വരുമ്പോഴും ഭക്ഷണത്തിന് മുന്നിൽ സ്വയം മറന്ന പോലെയുള്ള ആമ്പലിൻ്റെ ഇരിപ്പ് കണ്ട് സാറ അവളുടെ അടുത്തേക്ക് കസേര വലിച്ചിട്ടിരുന്നു. എന്നതാ പറ്റിയ നിനക്കിന്ന്? സാധാരണ കാണും പോലെ അല്ലല്ലോ. എന്താ നിന്നെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്? ചോദ്യം കേട്ട് മുഖമുയർത്തിയ ആമ്പലിൻ്റെ കൺപീലികൾ നനഞ്ഞിരുന്നു. സാറ കൈ ഉയർത്തി അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തിട്ട് ചോദിച്ചു, എന്താ മോളൂ? പറയാൻ പറ്റുന്ന കാര്യമാണ്, നീ പറയും. പലപ്പോഴും ചോദിക്കണമെന്ന് വിചാരിക്കാറുണ്ടെങ്കിലും നിനക്കത് ഇഷ്ടപ്പെട്ടെങ്കിലെങ്കിലോ എന്ന് കരുതി ചോദിക്കാത്തത്. എന്താ നിന്നെ ഇത്രയ്ക്ക് ഡിസ്റ്റർബ് ചെയ്യുന്ന പ്രശ്നം? അതിന് മറുപടി പറയാതെ പാതി കഴിച്ച ഭക്ഷണപാത്രങ്ങളും എടുത്തുകൊണ്ട് ആമ്പൽ അകത്തേക്ക് നടന്നു. അവൾ തിരികെ വന്നപ്പോഴേക്കും സാറ ബാങ്കിലേക്ക് പോകാൻ റെഡിയായി കഴിഞ്ഞിരുന്നു. നീ ഇന്ന് വരുന്നില്ലേ? സാറയുടെ ചോദ്യത്തിന് ഇല്ലെന്ന മട്ടിൽ അലസമായി തലയാട്ടിക്കൊണ്ട് ആമ്പൽ മുൻവശത്തെ സിറ്റിയിലേക്ക് ചാരിക്കിടന്നു. റൂമിലേക്ക് പോയ സാറ ബാഗും സ്കൂട്ടിയുടെ ചാവിയും എടുത്ത് തിരികെ വന്നപ്പോഴും ആമ്പൽ അതേ ഇരിപ്പായിരുന്നു. അല്പനേരം അവളെ നോക്കി നിന്ന ശേഷം ഒരു നെടുവീർപ്പോടെ സാറ പുറത്തേക്ക് നടന്നു. പുറത്തേക്ക് പോയ സാറ വാതിൽ വലിച്ചട ശബ്ദം കേട്ട് ആമ്പൽ തലതിരിച്ച് വാതിലിനു നേർക്ക് നോക്കി. അവൾക്കൊരു പക്ഷേ ദേഷ്യം തോന്നിക്കാണും, ആമ്പൽ ചിന്തിച്ചു. ഒരു കൂടപ്പിറപ്പിനെ പോലെയാണ് തന്നെ അവൾ കരുതിയിട്ടുള്ളത്. പക്ഷേ അവളോട് പോലും തനിക്ക് മനസ്സ് തുറക്കാനാവുന്നില്ല. അവൾ സ്കേർട്ടിൻ്റെ പോക്കറ്റിൽ കിടന്നിരുന്ന മൊബൈൽ എടുത്തു നോക്കി. വാട്സപ്പിൽ അച്ഛൻ്റെ മെസ്സേജ്. അച്ഛമ്മയ്ക്ക് തീരെ വയ്യ, നിന്നെ കാണണമെന്ന് പറയുന്നുണ്ട്. ഇപ്പോഴെങ്കിലും ഒന്ന് വന്നിട്ട് പോയിക്കൂടെ? ഇനിയൊരു പക്ഷേ ആ പാവത്തിന് നിന്നെ കാണാൻ സാധിച്ചില്ലെങ്കിലോ? മുന്നിൽ പിടിച്ചിരുന്ന മൊബൈലിലെ അക്ഷരങ്ങൾ മങ്ങിത്തുടങ്ങിയപ്പോഴാണ് കണ്ണുകൾ നിറഞ്ഞത് അവൾ മനസ്സിലാക്കിയത്. കണ്ണുകളിൽ ഉരുണ്ടുകൂടിയ നീർത്തുള്ളികൾ പീലികളോട് വിള പറഞ്ഞ്
മൊബൈലിൻ്റെ സ്ക്രീനിലേക്ക് വീണു ചിതറി. മൊബൈൽ ഓഫ് ചെയ്ത് സെറ്റിയിലേക്ക് ഇട്ടിട്ട് അവൾ വീണ്ടും കണ്ണുകളടച്ച് ചാരിക്കിടന്നു. മറ്റാരേക്കാളും തനിക്കടുപ്പം അച്ചമ്മയോടായിരുന്നു. തിരിച്ചും അങ്ങനെ തന്നെ. മണിക്കുട്ടി എന്ന അച്ചമ്മയുടെ വിളിയിൽ ഒരായുഷ്കാലത്ത് സ്നേഹം മുഴുവൻ അനുഭവിച്ചിരുന്നു. എന്നിട്ടും കഴിഞ്ഞ 5 വർഷത്തോളം അച്ചമ്മയിൽ നിന്ന് പോലും അകന്നാണ് കഴിഞ്ഞത്. ഉടഞ്ഞുപോയ മോഹങ്ങൾക്കും വിശ്വാസങ്ങൾക്കും കാരണം ചുറ്റിനും ഉണ്ടായിരുന്നവർ തന്നെയാണെന്നുള്ള തോന്നലാവാം ഒരുപക്ഷെ തന്നെ എല്ലാ ബന്ധങ്ങളിൽ നിന്നും അകറ്റി നിർത്തിയത്. സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന അച്ചമ്മയുടെ രൂപം മനക്കണ്ണിൽ കാണാൻ സാധിക്കുന്നുണ്ട്. മണിക്കുട്ടി അച്ചമ്മയെന്നും വിളിച്ചുകൊണ്ട് ആ വാതിൽ കടന്നു വരുന്നതും പ്രതീക്ഷിച്ച് ഒരുപക്ഷെ ആ കണ്ണുകൾ ഇപ്പോഴും പ്രതീക്ഷയോടെ വാതിൽക്കലേക്ക് നോക്കുന്നുണ്ടാവും. അടഞ്ഞ കൺപീലികളെയും നനച്ച് വീണ്ടും കണ്ണുകൾ പെയ്യാൻ തുടങ്ങിയപ്പോൾ ഇടറിയ കാലുകളും വലിച്ചു വെച്ചുകൊണ്ടവൾ മുറിയിലേക്ക് നടന്നു. വൈകുന്നേരം സാറ ബാങ്കിൽ നിന്നും തിരികെ എത്തിയപ്പോൾ ആമ്പൽ മുറിയിൽ കിടക്കുകയായിരുന്നു. കർട്ടനുകൾ വലിച്ചിട്ട് ഇരുണ്ടു കിടന്നിരുന്ന മുറിയിൽ വെളിച്ചം പരത്തിക്കൊണ്ട് ട്യൂബ്ലൈറ്റ് തെളിഞ്ഞു. ഉറക്കം മുറിഞ്ഞതിൻ്റെ ആലസ്യത്തോടെ മിഴികൾ തുറന്ന ആമ്പൽ വെളിച്ചത്തിന് മുന്നിൽ നിൽക്കുന്ന സാറയെ കണ്ടതും കണ്ണുകൾ തിരുമ്മി എഴുന്നേറ്റു. ഇതെന്നാ കോലമാടി കൊച്ചേ ഇത്? ഞാൻ പോയപ്പോൾ തൊട്ടുള്ള കിടപ്പാൻ തോന്നുന്നല്ലോ. ഇടയ്ക്ക് കൈകൾ കുത്തി നിൽക്കുന്ന സാറയെ നോക്കി അവൾ നന്നായിട്ടൊന്ന് ഇളിച്ചു. ഹാ, കൊള്ളാം, നല്ല കിണി. എഴുന്നേറ്റ് ചെന്നൊന്ന് മേല് കഴുകിയിട്ട് വാ, ഞാൻ ചായ വെക്കാം. സാറാമ്മോ. മുറിയിൽ നിന്നും തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയ സാറ അവളുടെ വിളികേട്ട് തിരിഞ്ഞു നടന്നു. എന്നതാ, നമുക്കൊന്ന് പുറത്തു പോയാലോ? ഓ, ആയിക്കോട്ടെ. പക്ഷേ ആദ്യം നിൻ്റെ ഈ കോലമൊന്ന് മാറ്റ്. എന്തിനാ ചുമ്മാതെ ആളുകളെ പേടിപ്പിക്കുന്നേ? ഒന്ന് മാറ്റി പിടിക്കേണ്ട സാറാമ്മോ, എന്നാ ചളിയാ. ബാത്ത് ടവലും എടുത്തുകൊണ്ട് വാഷ്റൂമിലേക്ക് നടക്കുന്നതിനിടയിൽ ആമ്പൽ പറഞ്ഞത് കേട്ട് സാറ ചിരിച്ചുകൊണ്ട് തലയിളക്കി. പ്രകൃതി രമണീയമായ ഹുസൈൻ സാഗർ തടാകക്കരയിലുള്ള ലുംബിനി പാർക്കിൽ ലേസർ ഷോയും മ്യൂസിക്കൽ ഫണ്ടിനും നടക്കുന്ന സമയമായിരുന്നു. ലേസർ ഷോയോടൊപ്പം മുകളിലേക്ക് ഉയരുന്ന ഫൗണ്ടനുകളിൽ LED ലൈറ്റുകൾ പല വർണ്ണങ്ങളും നിറയ്ക്കുന്നത് ശ്രദ്ധിച്ചിരിക്കുകയായിരുന്ന ആമ്പലിൻ്റെ ശ്രദ്ധയാകർഷിക്കാൻ ഒന്ന് മുരടനക്കിയിട്ട് സാറ വിളിച്ചു. ആമ്പലെ. തല തിരിച്ചു നോക്കാൻ തന്നെ അവൾ വിളികേട്ടു. എന്താ നിനക്ക് പറയാനുള്ളത്? ഓരോ ജീവിതങ്ങളിലും കയറിയിറങ്ങിപ്പോകുന്ന സംഭവവികാസങ്ങൾ പോലെ പല വർണ്ണങ്ങളിലും വേഗതയിലും മാറിയും മറിഞ്ഞും ഉയർന്നും താഴ്ന്നും വിസ്മയം തീർക്കുന്ന ആ ജലധാരകളിലേക്ക് കണ്ണുനട്ട് ഇരിക്കുകയായിരുന്ന ആമ്പലിൻ്റെ മനസ്സിലേക്ക് 5 വർഷം മുന്നേയുള്ള ഒരു രാത്രി തെളിഞ്ഞു. തുടരും.